Good afternoon. Good afternoon, ma'am. Good afternoon. ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഇല്ല മിസ്സിനെ മറക്കോ? അപ്പോ വെൽക്കം മാം. വെൽക്കം ബാക്ക്. വീണ്ടും വന്നു നോക്കാം. ഓക്കെ, നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കുറെ നാളായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കുറെ ക്ലാസ്സുകളുടെ പ്രശ്നം കൊണ്ട് എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾ മിസ് ചെയ്തിരുന്നു. ആണോ? ഓക്കെ, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 13 ആണ്. എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 3 ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ? നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവാം, ജോബിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്ത് ജോബാണ് ദീസ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സിലേക്ക് വന്നത്. നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അപ്പൊ ആ ജോബിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, അവർക്ക് എന്തൊക്കെ റോള് വേണം, എന്തൊക്കെ സ്കില്ല് വേണം, എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവരെന്തൊക്കെ ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതൊന്നും അറിഞ്ഞൂടാ. ഇത്രയും നാള് നമ്മള് ഹോസ്പിറ്റലിനെ കുറിച്ച് മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആരാകണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററും ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ്, അടുത്ത ചാപ്റ്ററും കൂടി നമ്മൾ ബെസ്റ്റ് നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നല്ല എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ നടത്തിപ്പുകാരനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ട് നല്ലൊരു സൗണ്ട് ഒരു ഓർഗനൈസേഷന്, നല്ലൊരു സൗണ്ട് ഓർഗനൈസേഷൻ എന്നാൽ അവർ നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അവരുടെ വർക്കിംഗ് ഒക്കെ നല്ലതാണ്, അവരുടെ മാനേജ്മെന്റ് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഈ അഡ്മിനിസ്റ്റർ എന്ന് originated from the Latin word ad plus minister, to care for or look after the people, to manage affairs. എന്ന് വെച്ചാല് ഓരോ വ്യക്തികളും ചെയ്യേണ്ട ജോലി എന്താണ്, അത് എങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ നോക്കി നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ വരുന്നത്. ആ വ്യക്തി ആ ഒരു സ്ഥാപനം എങ്ങനെ നോക്കി നടത്തണം, അവിടുത്തെ ആൾക്കാരുടെ വെൽഫെയർ നോക്കണം, എല്ലാ കാര്യങ്ങളും എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല കേട്ടോ, ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ആണ്. ഒത്തിരി ആൾക്കാരുടെ ഒരുമിച്ചുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ട് വരുന്ന ഒരു റിസൾട്ട് ആണ് അഡ്മിനിസ്ട്രേഷൻ. നമ്മളിപ്പോ ഒരു സ്ഥാപനം കാണുകയാണെങ്കിൽ അവിടെ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഒരു കോമൺ ഗോൾ നമ്മൾ അവരുടെ എയിമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഫുൾ എഫേർട്ടും അതേപോലെ ഞങ്ങൾ എന്താ പറയാ ഫെസിലിറ്റേറ്ററിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷനും കൂടി കൂടുമ്പോഴാണ് നിങ്ങൾ നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ആകുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ കോമൺ ഗോളിലേക്ക്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു കോമൺ ഗോൾ ഉണ്ടാവും. ആ കോമൺ ഗോളിലേക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോമൺ ഗോളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല കോപ്പറേഷനോട് കൂടി, നല്ല കോർഡിനേഷനോട് കൂടി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എയിം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് പറഞ്ഞത് ഹെർബർട്ട് സിമൺസ് ആണ്. ഇനി ലൂതർ പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റ് ഓൾറെഡി ഡിഫൈൻഡ്. അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റിംഗ് തിങ്സ് ആണ്, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക.
എന്തിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്? അവരുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുറച്ച് ഒബ്ജക്റ്റീവ്സ്, കുറച്ച് പോളിസീസ്, എന്താണ് നമ്മുടെ എയിം എന്നുള്ളത്. എയിം ആണ് ഒബ്ജക്റ്റീവ്സ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതെങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ജോലി കൊടുത്ത് അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്, അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാം, അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും നല്ല ഹോസ്പിറ്റലുകളിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ആയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ഇത്രയും ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വന്നിരുന്നേ. നമുക്കറിയണമല്ലോ ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതേപോലെ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയണ്ടേ. നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലുകൾ സർവീസ് സെക്ടർ എന്ന് പറയാറ്. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വ്യൂവിൽ നോക്കുമ്പോൾ ഹോസ്പിറ്റലുകൾ ഒരു ബിസിനസ് മേഖലയാണ് എന്നാ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ പക്ഷേ മിക്ക ഹോസ്പിറ്റലും ബിസിനസ് ആണ്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലാണ്. പക്ഷെ സർവീസ് സെക്ടർ എന്നാണ് ആദ്യം പറയുന്നത്. പക്ഷെ ഒരു ബിസിനസ് എന്നൊരു നിലയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഹോസ്പിറ്റൽസുകൾ വരുന്നത്. Administration is made up of many healthcare managers and executives who handle individual department. ഈ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഒത്തിരിയില്ലേ ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ടാവും. ഹൈ ലെവൽ, ടോപ്പ് ലെവൽ മാനേജർ, മിഡിൽ ലെവൽ മാനേജർ, ലോവർ ലെവൽ മാനേജേഴ്സ്, അതേപോലെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. സിഇഒ, CFO, ഒത്തിരി എക്സിക്യൂട്ടീവ്സിനെയും അതേപോലെ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഹെഡുകൾ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സും ഒരുമിച്ച് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റുള്ളൂ. They are change of all administrative and management function of the respective department. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ ഫിനാൻസ് ആണെന്ന് വിചാരിക്കും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് വേണം പോകാൻ, കറക്റ്റ് ആയിരിക്കണം, ഡ്യൂഡേറ്റ് ആയിരിക്കണം. ഇതെല്ലാം ഫിനാൻസ് മാനേജറിന്റെ ഉത്തരവാദിത്തം. അപ്പോ ഇതേപോലെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരവരുടെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നല്ലൊരു എന്താ പറയാ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ചും വ്യത്യസ്തമുണ്ട് കേട്ടോ. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, അതേപോലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും എല്ലാ വർക്കുകളും എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റലിലെ സൈസും കോംപ്ലക്സിറ്റിയും അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസിലും വ്യത്യാസം ഉണ്ടാവും. വലിയ ഹോസ്പിറ്റലൊക്കെയാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ടാവില്ല, ഒത്തിരി ഹാൻഡിൽ ചെയ്യേണ്ടതിന് വരില്ല. നിങ്ങളുടെ ഏതാണോ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മതിയാവും. പക്ഷേ നിങ്ങൾ പ്ലേസ് ആവുന്ന സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. The duties of the administrators differ with the size, complexity of the hospital. ഹോസ്പിറ്റൽസിന്റെ സൈസും കോംപ്ലക്സിറ്റി നോക്കിയിട്ട് ഓരോ അഡ്മിനിസ്ട്രേറ്ററിന്റെയും ഡ്യൂട്ടീസിൽ വ്യത്യാസമുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോൺട്രാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ്. ഈ മെഡിക്കൽ സ്റ്റാഫും മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സും അതേപോലെ ഹോസ്പിറ്റൽ ബോർഡും ആയിട്ടായിരിക്കും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തുണ്ടാവുന്നത്, കോണ്ടാക്ട് ഉണ്ടാകുന്നത്. They organize the hospital activities. നമ്മുടെ ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസീസ്, നമുക്ക് വേണ്ട പോളിസീസ് അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും അദ്ദേഹമാണ്. Some administrators are in charge of hiring doctors and other staff, carry out employee evaluation,
ഡയറക്റ്റിംഗ് സ്റ്റാഫിംഗ് മീറ്റിംഗ്. ഓക്കെ, ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇപ്പൊ HR ഒക്കെ എന്ന് വിചാരിക്കുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ് HR എന്ന് അറിയാലോ, നിങ്ങൾ HR ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരിക്കും എന്ത് ഡ്യൂട്ടി വരുന്നത്, അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്റർക്ക് ആയിരിക്കും ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യാം, സ്റ്റാഫിംഗ് ഡ്യൂട്ടി. ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യാം, ഹോസ്പിറ്റലിലെ മറ്റുള്ള സ്റ്റാഫുകളെ ഹയർ ചെയ്യാം, അതേപോലെ എംപ്ലോയീസ് ഇവാലുവേഷൻ, ഓരോ എംപ്ലോയീസിന്റെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാം, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാം, മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് സ്റ്റാഫിന് വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ആരായിരിക്കും? ഇതേപോലെ ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അവരവരുടെ ഡ്യൂട്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് വരും. They may also accountable for hospital public relation and fundraising program. ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിന് പബ്ലിക് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഞാൻ പബ്ലിക് റിലേഷൻ ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ പബ്ലിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇവരാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ഫണ്ട് റൈസിങ് പ്രോഗ്രാംസ് എന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ വേണ്ട ഫണ്ടുകൾ നമുക്ക് വേണം. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ ഫണ്ട് എങ്ങനെ റൈസ് ചെയ്യണം, അത് ഏതൊക്കെ മാർഗത്തിലൂടെ റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നതും റൈസ് ചെയ്യുന്നതും ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. They may also be accountable for public relation and fundraising program. Since administrators develop program for teaching and research hospital, they have to be keep up with the latest advanced medicines. അപ്പോ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പുതിയ ഡെവലപ്പ് ചെയ്യും, പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യും, റിസർച്ച് പ്രോഗ്രാംസുകൾ, ടീച്ചിങ് പ്രോഗ്രാംസുകൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ മാത്രമാണ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമുക്ക് മെഡിസിൻസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോക്കാം. ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻസ് സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഒത്തിരി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ, വലിയ ലാർജ് ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ അവിടെയൊക്കെ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അതേപോലെ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോ നമ്മള് ഇപ്പൊ ജോലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ പോസ്റ്റിംഗ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്ററിന്റെ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ജോബിൽ പ്ലേസ്ഡ് ആവുന്നത്. നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ വർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താകും? നിങ്ങൾ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മാറിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അതേപോലെ അവരുടെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് when one administrator is in charge for overall. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ് ചിലപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനും കൂടി ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്നത്. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലും in small hospital one administrator may be in charge of number of departments. ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിലും ഈ അഡ്മിനിസ്ട്രേറ്റർ തന്നെയായിരിക്കും മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ചാർജ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. or even of the entire hospital. ആ ഹോസ്പിറ്റലിൽ മൊത്തം കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും ഒറ്റ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. then അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്, അവിടെ ഇട്ടിട്ടില്ല. ഓക്കെ, അവർ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വിട്ടുപോയതാ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് ഇൻചാർജ് ഇവിടെയായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടേ, നിങ്ങളൊന്ന് ഇട്ടാൽ മതി. In this case, for example, administrator may assess the budget for these departments. Administrators ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര ഫണ്ട് വേണ്ടി വരും, എത്ര ചെലവ് വരാനുള്ള ചാൻസ് ഉണ്ട്, and give a final approval to hiring recommendation. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സ്റ്റാഫുകൾ വേണം, പ്രോപ്പർ ആയിട്ട് സ്റ്റാഫ് വേണം. ഈ സ്റ്റാഫുകളെ എത്ര ഹയർ ചെയ്യണം, എത്ര ഡെഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ആദ്യം പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ആണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേഷനോട് കൂടി നമ്മുടെ കോമൺ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്
കൂടുതലായിട്ട് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി മറ്റുള്ളവരെ കൊണ്ട് അവരുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അവർ പ്രോപ്പർ ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ മാനേജേഴ്സിന്റെയും എക്സിക്യൂട്ടീവ്സും അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു എന്താ പറയുക കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് അവർ പെർഫോം ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അതാത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സും പെർഫോം ചെയ്യുന്നത്. ഡ്യൂട്ടീസിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസിൽ വ്യത്യാസം വരും. കാരണം ഓരോ ഹോസ്പിറ്റൽ സൈസും കോംപ്ലക്സിറ്റിയും നോക്കിയിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസിൽ വ്യത്യാസം ഉണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ് നമ്മളുടെ ഹെഡ്. ഹോസ്പിറ്റൽ ബോർഡും നമ്മുടെ മെഡിക്കൽ സ്റ്റാഫും തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോ അദ്ദേഹമാണ് ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നത്, ഡേ ടു ഡേ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? റിക്രൂട്ട്മെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഹയറിംഗ് ഫങ്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമുക്ക് എത്ര ഡോക്ടേഴ്സിനെ വേണം, എത്ര മെഡിക്കൽ സ്റ്റാഫ് വേണം, എത്ര നോൺ മെഡിക്കൽ സ്റ്റാഫ് വേണം, അതേപോലെ ഓരോ എംപ്ലോയീസിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. അവർ എന്താ പറയാ 100% എഫോർട്ടോട് കൂടിയാണ് ജോബ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഡയറക്ഷൻസ് വേണമെങ്കിൽ അതിന് വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് പബ്ലിക് ആയിട്ട് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മള് പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. പബ്ലിക് റിലേഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമുക്കറിയാം ജനറൽ പബ്ലിക്കിനോട് നമ്മൾ എങ്ങനെയായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ PR ആയിരിക്കും കാര്യങ്ങളൊക്കെ. അവരെല്ലാവരും ഈ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് വരുന്നത്. ഇനി ഫണ്ട് റൈസിംഗ് പ്രോഗ്രാംസ്, നമുക്ക് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫിനാൻസ് വേണം. ഫിനാൻസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൈസ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പുതിയ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു ലാർജ് ഹോസ്പിറ്റലും സ്മോൾ ഹോസ്പിറ്റലും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്പർ ഓഫ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൂടുതലായിരിക്കും. അതേപോലെ അവരുടെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും മാനേജിംഗ് ഹെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഉണ്ടാവും. ഇനി സ്മോളർ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുള്ളൂ. അദ്ദേഹമായിരിക്കും ആ എന്റെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ചെലവുകൾ എത്ര വരും, ഈ വർഷം ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ചെലവ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്രയും സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, സ്റ്റാഫുകളുടെ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ അവരെത്ര വേണം, നമ്പേഴ്സ് വേണം, അതിനൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഇത്രയും വരെ ഈ പാരഗ്രാഫ് വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കണം കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്താണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടാൻ വേണ്ടിയിട്ട് PSC എക്സാം ഭയങ്കര ഫോർമാലിറ്റീസ് ഒക്കെയാണ്. അവിടെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാഫിന്റെ ഒക്കെ കാര്യങ്ങളിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അവിടെ. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അവിടെ വേണ്ട സ്റ്റാഫുകളെ കുറിച്ചിട്ട്, എത്ര സ്റ്റാഫുകളുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നൊക്കെ ആരോട് റിപ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ PSCനോട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകളെ നമുക്ക് അപ്പോയിന്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. നമുക്ക് 7 എലമെന്റ്സ് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഇതിൽ കൊമേഴ്സ് കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? കൊമേഴ്സ് ചുമ്മാ ചോദിച്ചതാ. കൊമേഴ്സ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? +2 ഉണ്ട്. ഓക്കെ, സയൻസ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. കൊമേഴ്സ് ആണെങ്കിലും സയൻസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ കൊമേഴ്സ് കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ഈ പേരുകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓർമ്മയിൽ വരും. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് നോക്കിക്കും. കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് പറഞ്ഞാൽ മതി. റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഈ 7 എണ്ണമാണ് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്. കൊമേഴ്സ് കുട്ടികൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, നമുക്കും കുഴപ്പമൊന്നുമില്ല, സയൻസുകാർക്കും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം. പ്ലാനിങ് നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മുടെ എയിംസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ഭാവിയിൽ. ഓക്കെ, പ്ലാൻ ഉണ്ടാവും. നമുക്ക് എന്ത് കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും. നമ്മൾ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ഒത്തിരി ലക്ഷ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണെങ്കിൽ എന്തായാലും ജോലി വേണം. അപ്പൊ അതേപോലെ അങ്ങനത്തെ ലക്ഷ്യങ്ങളായിരിക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തായിരിക്കും അവരുടെ ഗോള്, അവരെന്താണോ പ്രതീക്ഷിക്കുന്നത്, അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാന്നുള്ളതായിരിക്കും അവിടുത്തെ പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റൽസുകളുടെ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസേർവ്ഡ് ഗോൾ. നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഗോള്, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് പറയും. തിങ്കിങ് ബിഫോർ ഡൂയിങ്, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതെന്ത് ചെയ്യും? നല്ല രീതിയിൽ തിങ്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഡിസേർവ്ഡ് റിസൾട്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാണെങ്കിൽ, നെക്സ്റ്റ് എലമെന്റിലേക്ക് വരാണെങ്കിൽ അത് ഓർഗനൈസിംഗ് ആണ്. Organizing consists of coordinating and allocating a firm's resources in order to execute its plans. നമുക്ക് ഈ പ്ലാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ്, നമുക്കറിയാലോ റിസോഴ്സ് ഒക്കെ സോഴ്സ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ആയാലും ഹ്യൂമൻ റിസോഴ്സ് ആയാലും എല്ലാം കുറച്ചേ ഉള്ളൂ. നല്ല എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. നല്ല എഫക്റ്റീവ് ആയിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യണം. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ് ഓർഗനൈസേഷനിൽ വരുന്നത്, ഓർഗനൈസിംഗിൽ വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഓഫ് പീപ്പിൾ. ഇവിടെ വരുമ്പോൾ നമ്മൾ ഓർഗനൈസിംഗിൽ
പീപ്പിൾസിന്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ടോപ്പ്, മിഡിൽ, ലോവർ പൊസിഷൻസ്, സിഇഒ, മാനേജിംഗ് ഡയറക്ടർ, സൂപ്പർവൈസർ, പല പല ഡിപ്പാർട്ട്മെന്റ്സ്, അതേപോലെ ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം, നമ്മുടെ ഫേമിന്റെ അകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തെല്ലാം റോളുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഓർഗനൈസിംഗ് സ്റ്റേജിലാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് എലമെന്റ് ആണ് സ്റ്റാഫിംഗ്. നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള, നല്ല റൈറ്റ് ആയിട്ടുള്ള, നല്ല ആക്ട് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണ്ടേ? അതാണ് എന്ത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ എന്തോരം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്കൊരു കാര്യം, നമുക്ക് ഒത്തിരി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു അത്രയും കാര്യം നമ്മൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, നമുക്ക് ആ ഒരു വർക്കറിനെ കാണുമ്പോൾ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്, നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി നല്ല ആപ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്റർവ്യൂവിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാണ്, ആൻസർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു സ്റ്റാഫിനെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എടുക്കും. അല്ല നിങ്ങൾ പറഞ്ഞു ഞാനിതൊന്നും പറയാനില്ലേ, എനിക്ക് കിട്ടിയാലും വേണ്ട, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു രീതിയിലാണ്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് എന്തായാലും ജോലി കിട്ടണം, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവിടെ സ്റ്റാഫിംഗ് പ്രോസസ് നന്നായിരിക്കില്ല. അപ്പൊ നമ്മൾ സ്ഥാപനത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള, നല്ല റൈറ്റ് ആയിട്ടുള്ള വർക്കറെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കറെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പോ staffing is the process of finding the right worker with apt qualification, നല്ല qualification ഉള്ള or experience and recruiting them to fill the job position or the role. നമ്മുടെ ഹോസ്പിറ്റലില് ഇന്ന ജോബിലേക്ക് ഇന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. അവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സെലക്ട് ചെയ്യും. അതും റൈറ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് റൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് ഒരു കോഴ്സ്, ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്രഷർ ആണ്. ഓക്കെ, ഫ്രഷർ ആയിരിക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അത്രയും സാലറി കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളത് വർക്ക് ചെയ്യണം. നമ്മൾ ഫ്രഷർ ആണ്, എനിക്ക് ഇത്രയും സാലറി വേണം എന്നൊന്നും പറയരുത്. നമ്മളൊരു വർഷത്തോളം നമ്മൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വർഷം എക്സ്പീരിയൻസ് ഏൺ ചെയ്യുന്നു നിങ്ങൾ. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ജോബിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പറയാം എത്ര സാലറി വേണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഓപ്ഷൻ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ജോബിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് വിടുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ഇന്റർവ്യൂലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ജോബ് കിട്ടുക. ജോബ് കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് ഏൺ ചെയ്യാനായിട്ട് നോക്കാം. നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ സാലറിയുടെ എന്താ പറയുക, സാലറി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് സാലറി ഹൈ ആയിരിക്കും. നമുക്കറിയാൻ പറ്റും ഫ്രഷേഴ്സിനേക്കാളും കൂടുതൽ സാലറി ആർക്ക് ഉണ്ടാവും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് നോക്കാം. സ്റ്റാഫിംഗ് is the process of finding the right worker with apt qualification, correct qualification ഉള്ള ഒരാളെ or experience and recruiting them to fill a job position or role. നിങ്ങൾക്ക് ആ ജോബ് പൊസിഷനും ആ റോളും ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള, നല്ല റൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഡയറക്റ്റിംഗ് ആണ്. നമുക്കിനി സ്റ്റാഫുകൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവർ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്ത് ചെയ്യും, ഹോസ്പിറ്റല് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. ഓരോ വർക്കേഴ്സും എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, നമ്മുടെ സ്ഥാപനത്തിൽ എന്ത് വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഡയറക്ഷൻസ് ആരാണ് കൊടുക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊടുക്കും. Directing is a process in which managers direct, guide and oversee the performance of the workers to attain goal already determined. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച ഗോൾ ഉണ്ടല്ലോ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് അവരെന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്നു. ഡയറക്ടിങ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ നിങ്ങളോട്, എന്താണ് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്? എന്താണ് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് ആണ് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റിംഗ് ആണ്.
ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞു കോർഡിനേറ്റിംഗിന്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോ ഇത്ര 4 എലമെന്റ്സ് പറഞ്ഞു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് എന്ന ആൾക്കാരുള്ളത്. കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സെയിം. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാനുള്ളതാണ് മീനിങ്. കോർഡിനേറ്റിംഗ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ, അത് എല്ലാ വർക്കുകളും എല്ലാ ആക്ടിവിറ്റീസും ഒരുമിച്ച് യൂണിഫിക്കേഷൻ നല്ല ഏകോപനത്തോടു കൂടി കൊണ്ടുപോകുന്നുണ്ടോ, ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഏകോപിച്ചാണ് കൊണ്ടുപോകുന്നത് എന്ന് നോക്കാണ് കോർഡിനേറ്റിംഗ്. ഓക്കെ, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്, ഇവിടെ കൺട്രോളിംഗ് കൂടി ആഡ് ചെയ്താൽ മതി. Coordinating is the unification and integration and synchronization of the effort of group members so as to give unity of action and in pursuit of common goal. എല്ലാവരും ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഏകോപനത്തോടു കൂടി എല്ലാവരും വ്യക്തിപരമായിട്ട് എല്ലാവരും ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഗോൾ എന്താണോ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഇൻഡിവിജ്വലി എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ഗോൾ ഉണ്ടാവും. നമുക്ക് സാലറി കിട്ടണം, നമുക്ക് നല്ല രീതിയിൽ ലൈഫ് എന്ത് ചെയ്യണം, റൺ ചെയ്യണം എന്നൊക്കെ. അത് മാറ്റി വെച്ച് നമ്മുടെ ഗ്രൂപ്പ് ഗോള് എന്താണ്, ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ അതിലേക്ക് നമ്മൾ വരുന്നു, ആ ഒരു ഗോള് അച്ചീവ് ചെയ്യും. നെക്സ്റ്റ് ആണ് റിപ്പോർട്ടിംഗ്. നിങ്ങൾ റെക്കോർഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? Reporting means to form a system where relevant needed information is furnished to management with the help of reports continuously. നമ്മൾ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓരോ റിപ്പോർട്ടുകൾ മുഖേനയാണ്. ഓരോ റിപ്പോർട്ടുകളും മാനേജ്മെന്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Thus, report is essence of any management reporting system. എല്ലാ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് റിപ്പോർട്ട്. Report provides the means of checking the performance. അവർ ചെയ്യുന്ന ജോലി കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യാണ് ഏതിൽ വരുന്നത്, റിപ്പോർട്ടിങ്ങിൽ വരുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്ന പെർഫോമൻസ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നതാണ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ബഡ്ജറ്റിംഗ് ആണ്. നമുക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സ്ഥാപനം റൺ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് നമുക്ക് എന്താ ആവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ് അല്ലെ, മണി ആവശ്യമാണ്. സോ നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, നമ്മുടെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ട്, അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബഡ്ജറ്റിലൂടെയാണ്. നമ്മൾ ഗവൺമെന്റ് ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കില്ലേ, ഓരോ വർഷത്തേക്കും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഒക്കെ നമ്മൾ എവിടെയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയാലും ഫിനാൻഷ്യൽ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. സോ അതേപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ച് അവർക്ക് ഈ വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ നീഡ്സ് അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഫണ്ട് നമുക്ക് എങ്ങനെ റൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്, ബഡ്ജറ്റിൽ പറയുന്നത്. അപ്പൊ ഭാവിയിൽ വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ചിട്ട് ഒരു ബഡ്ജറ്റ് നമ്മളെല്ലാവരും സാധാരണ വീട്ടിലെല്ലാവരും ബഡ്ജറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ്. ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. നമ്മൾ എങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പ്ലാൻ ആണ് എന്ത്, ബഡ്ജറ്റ്. ദിസ് സ്പെൻഡിങ് പ്ലാൻ ഇസ് കോൾഡ് ബഡ്ജറ്റ്. ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ്. മേക്ക് ദിസ് സ്പെൻഡിങ് പ്ലാൻ allow you to decide in advance where you will have enough money to do the things you are required to do and would like to do. നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലാൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ ഫണ്ട് റൈസ് ചെയ്യണം, എങ്ങനെ എനഫ് ഫണ്ട് നമ്മൾ എങ്ങനെ റൈസ് ചെയ്യും, അതെല്ലാം കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ബഡ്ജറ്റിലാണ് തിങ്ക് ചെയ്യുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് എക്സ്പെൻസ് വിത്ത് ഇൻകം. നമുക്ക് വരുന്ന വരവും ചെലവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വരാൻ പോകുന്ന ചെലവുകളും വരവുകളും തമ്മിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ എലമെന്റ്സിൽ ഡിസ്കസ് ചെയ്ത എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്.
പ്ലാനിങ്ങിൽ പറഞ്ഞത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസേർവ്ഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസ്, നമ്മൾ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തിങ്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ ദ ഡിസേർവ്ഡ് ഗോൾ. ആ ഒരു ഡിസേർവ്ഡ് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ പറഞ്ഞത്. ഓർഗനൈസിംഗ് പറഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കാണ്. അതിന് നമുക്ക് എത്ര പൊസിഷൻ വേണം, എത്ര ഡിപ്പാർട്ട്മെന്റ്സ് വേണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം, നമുക്ക് എത്ര ഇൻഡിവിജ്വൽസിന് വേണം എന്നുള്ളതൊക്കെ ഓർഗനൈസിംഗ് വരും. ദെൻ അതിന് വേണ്ട സ്റ്റാഫുകൾ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ വരുന്നത്, സ്റ്റാഫിംഗിൽ വരുന്നത്. ഡയറക്ഷനിൽ പറയുമ്പോൾ ആ സ്റ്റാഫുകൾക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുക, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നത് ഡയറക്റ്റിംഗിലാണ്. ഡയറക്റ്റിംഗിൽ വേറൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് ആണ്. എന്താണ് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് ചോദിച്ചാൽ അതും എന്താണ്, ഡയറക്റ്റിംഗ് ആണ്. നെക്സ്റ്റ് കോർഡിനേഷൻ ആണ്. നമ്മള് കാര്യങ്ങൾ എല്ലാ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോമൺ ഗോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിപ്പോർട്ടുകളിലൂടെയാണ്. റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, പ്രോഫിറ്റ് ആണോ ഗെയിൻ ആണോ എല്ലാ കാര്യങ്ങളും അറിയുന്നത് എങ്ങനെയാണ്, റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ്. സോ റിപ്പോർട്ടുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഫണ്ട് ആവശ്യം വരുന്നുണ്ട്, നമുക്ക് എത്ര ഫിനാൻഷ്യൽ നീഡ് ഉണ്ട്, ഇന്ന വർഷം നമുക്ക് എത്ര ഫണ്ട് വരും, നമ്മുടെ എക്സ്പെൻസ് എന്തായിരിക്കും, നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ ഇൻകം വരും എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്, ബഡ്ജറ്റിംഗിലാണ്. ഓക്കെ, ഇത്രയുമാണ് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്സ് ആണ്. ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. ഈ 7 എലമെന്റ്സ് ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും റീഡ് ചെയ്യട്ടോ. എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ഇവിടെ 3 റോളാണ് പറയുന്നത്. ഏതെല്ലാമാണ്? ഇന്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷണൽ റോൾ, ഡിസിഷൻ റോള്. ആ പേരുകൾ പഠിച്ചു. ഈ അഡ്മിനിസ്ട്രേറ്റർ റോളിലും സ്കിൽ നീഡഡിലും എന്തായാലും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ റോൾ, അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ, വിച്ച് ആർ ദ ഫോളോയിങ് ആർ ദ അഡ്മിനിസ്ട്രേറ്റർ റോൾ, വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡിങ് ഇൻ അഡ്മിനിസ്ട്രേറ്റർ റോൾ എന്നോ അല്ലെങ്കിൽ ഏതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ് നോക്കുന്നത്. അതിൽ ഇന്റർപേഴ്സണൽ റോൾ പറയുന്നുണ്ട്.
ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ തലവൻ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ലീഡർ എന്നുള്ളൊരു ലൈസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നമ്മൾ പബ്ലിക് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സൺസ് ഇൻഡിവിജ്വൽ ആയിട്ട് റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഒരു ലീഡർ ആണ് അദ്ദേഹം നമ്മളെ സംബന്ധിച്ച്. നമ്മുടെ ഹോസ്പിറ്റൽ ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക, HID ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, നിശ്ചിതരാണ് അല്ലെ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾ ആരുടെ അടുത്താ പറയാറ്, നിശ്ചിതനാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെയാണ് നമ്മളുടെ ഒരു ലീഡർ എന്നുള്ള രീതിയിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത ഒരു ലീഡർ ആണ് ആര്, അഡ്മിനിസ്ട്രേറ്റർ. ഇൻഫർമേഷണൽ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആള്, അതേപോലെ പ്രചരിപ്പിക്കുന്ന ആള്, നമ്മളുടെ സ്പോക്കൺ പേഴ്സൺ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുന്ന ആള്, ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്ന ആള്, നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാളോട് കാര്യങ്ങൾ പറയുന്ന ആള്. സ്പോക്കൺ പേഴ്സൺ എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഹോസ്പിറ്റലിന് വരാണെങ്കിൽ അതിൽ ആദ്യം സൗണ്ട് വരുന്നത് ആരുടെ ആയിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. വേറെ ആരും അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യില്ല. അതൊരു ഉത്തരവാദിത്വം ഫുള്ളും ഏറ്റെടുക്കുന്ന ആരായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഡിസിഷണൽ റോൾ ആണ്. എന്റർപ്രണർ ആയിട്ട് ഡീൽ ചെയ്യുന്ന എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഹാൻഡിലർ, നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട ആള്. റിസോഴ്സ് അലോക്കേറ്റർ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം. നെഗോഷിയേറ്റർ, ഇടനിലക്കാരനായിട്ടും എക്കാര്യമായിരിക്കുന്ന എന്റർപ്രണറും നമ്മുടെ ഹോസ്പിറ്റൽ മറ്റ് സ്റ്റാഫുകളൊക്കെ ആയിട്ടുള്ള ഇടനിലക്കാരനൊക്കെ ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർക്ക് 3 റോളാണുള്ളത്: ഇന്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷണൽ റോൾ ആൻഡ് ഡിസിഷൻ റോൾ. ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞാൽ ലീഡർ ആണ്, അങ്ങനത്തെ ആലോചിക്കാം. ഇൻഫർമേഷണൽ റോൾ എന്ന് വെച്ചാൽ മോണിറ്ററും സ്പോക്കൺ പേഴ്സണുമാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മള് സൗണ്ട് ആരായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും സംസാരിക്കുന്നത്. എന്റർപ്രണറും നമ്മൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ആയിരിക്കും ആര്, അഡ്മിനിസ്ട്രേറ്റർ. അതേപോലെ ഡിസിഷൻ റോൾ ഉണ്ട്. ഡിസ്റ്റർബൻസ് ഹാൻഡിലർ ആണ്. എന്തെങ്കിലും നമുക്ക് തടസ്സങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, അഡ്മിനിസ്ട്രേറ്റർക്കാണ്. റിസോഴ്സ് അലോക്കേറ്റർ, നമ്മുടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HR ആണ് വിചാരിക്കും, ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്, അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇനി സ്കിൽ നീഡഡ് ആണ്. അഡ്മിനിസ്ട്രേറ്റർക്ക് താഴെ പറയുന്ന 3 സ്കില്ലുകൾ വേണം. ഫസ്റ്റ് പറയുന്ന ടെക്നിക്കൽ സ്കില്ലാണ്, സെക്കൻഡ് ഹ്യൂമൻ സ്കില്ലാണ്, തേർഡ് കൺസെപ്ച്വൽ സ്കില്ലാണ്. ടെക്നിക്കൽ സ്കിൽ, നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെസിഫിക് ഫീൽഡ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ചിട്ടുള്ള നോളജും എക്സ്പീരിയൻസും വേണം. ഇപ്പൊ നമ്മൾ എന്ത് ഫീൽഡ് വർക്ക് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ ഫീൽഡാണ്. സോ ഹോസ്പിറ്റൽ ഫീൽഡിനെ കുറിച്ചിട്ടുള്ള നോളജും എക്സ്പീരിയൻസും ആർക്ക് വേണം, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ഹ്യൂമൻ സ്കിൽ, പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് ദ പീപ്പിൾ. നമുക്കറിയാം ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഉള്ള ഇപ്പൊ 68 കുട്ടികളാണെങ്കിൽ 68 കുട്ടികളുടെ സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ വ്യക്തിയെയും ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാൻ. സോ നല്ല രീതിയിൽ ഹ്യൂമൻ സ്കിൽ വേണം ഓരോ വ്യക്തി. HR കുറിച്ച് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. കൺസെപ്ച്വൽ സ്കിൽ, ദ കപ്പാസിറ്റി ടു തിങ്ക് and justify about abstract and complex situation which is concerned with the organization. നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരാണെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഒരു കഴിവ് മാർക്ക് വേണം, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ഓക്കെ, നമ്മൾ പറഞ്ഞു 3 സ്കില്ലാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടത്: ടെക്നിക്കൽ സ്കിൽ, ഹ്യൂമൻ സ്കിൽ, കൺസെപ്ച്വൽ സ്കിൽ. ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെ കുറിച്ചും അവിടുത്തെ അതിനെ കുറിച്ചിട്ടുള്ള നോളജും എക്സ്പീരിയൻസും വേണം. ഹ്യൂമൻ സ്കില്ലിൽ പീപ്പിൾസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അവരെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം, അവർ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയണം. കൺസെപ്ച്വൽ സ്കില്ലിൽ പറഞ്ഞത് നമ്മളുടെ ഓർഗനൈസേഷൻ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന വരെയാണെങ്കിൽ അവിടെ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആർക്ക് പറ്റണം, അഡ്മിനിസ്ട്രേറ്റർക്ക് പറ്റണം. പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റണം, അഡ്മിനിസ്ട്രേറ്റർക്ക് പറ്റണം. ഓക്കെ, ഇനി ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് കേട്ടോ.
Hospital administration is all about the running the department in a smooth manner. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ അതെല്ലാം നല്ല രീതിയിൽ റൺ ചെയ്യണം, നല്ല സ്മൂത്ത് ആയിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യണം. ഓൾസോ സം റോൾ മേ ഇൻവോൾവ് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ. ചില റോളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതായിട്ട് വരും. മെനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മെയിൻറ്റെയിൻ ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോൺടാക്ട്. നമ്മൾ പേഷ്യൻസ് ആയിട്ട് നല്ലൊരു കോണ്ടാക്ട് വെക്കാറുണ്ട്. ദേ മേ ഹാവ് എ വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി. ചില അഡ്മിനിസ്ട്രേറ്റർക്ക് പേഴ്സണൽ കെയർ ഉണ്ടാവും, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും പേഴ്സൺസ് ആയിട്ട്. ചിലവർക്ക് നോ കോണ്ടാക്ട് ആയിരിക്കും. ചിലപ്പോൾ ഫ്രണ്ട് ഡെസ്കിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇപ്പൊ പേഷ്യന്റ് ആയിട്ട് നേരിട്ട് പരിചയപ്പെടുന്ന സാഹചര്യമുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെങ്കിൽ നല്ല കോണ്ടാക്ട് ഉണ്ടാവും. അല്ലാത്തവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോ കോണ്ടാക്ട് ആയിരിക്കും, ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവാം. മാനേജിങ് ഫിനാൻസ്, ഇപ്പൊ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ആണെങ്കിൽ അവർക്ക് ഫിനാൻസ് മാത്രം ഡീൽ ചെയ്താൽ മതി, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീറ്റ്സ് റെഗുലേറ്ററി നീഡ്സ്, ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, ഇതെല്ലാമാണ് മറ്റ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അഡ്മിനിസ്ട്രേറ്റർക്ക് ചിലപ്പോൾ പേഷ്യൻസ് ആയിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉണ്ടാവാം. ചില അഡ്മിനിസ്ട്രേറ്റർക്ക് ചിലപ്പോൾ കുറച്ച് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒട്ടും കോണ്ടാക്ട് ഇല്ലാത്ത സാഹചര്യം വരാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചിലപ്പോൾ പല റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്. മാനേജിങ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെന്റ്സിന്റെ നീഡ്സുകൾ റെഗുലേറ്റ് ചെയ്യുക, അവരുടെ നീഡ്സ് കറക്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നീഡ്സിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകളെ ഹയർ ചെയ്യാം. അപ്പൊ അവർക്ക് പേഷ്യന്റ് ആയിട്ട് നേരിട്ട് കോണ്ടാക്ട് വേണമെന്നില്ല. അപ്പൊ ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. These professionals can find work in variety of healthcare organizations which consist of hospital, clinic, corporations and government agencies. ഈ പ്രൊഫഷണൽസ് ഹോസ്പിറ്റലിന്റെ പല രീതിയിൽ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ കെയർ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പല ഇതിലായിട്ട് വർക്ക് ചെയ്യും. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ വരാറുണ്ട്. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച് പറയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് വിത്ത് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഫങ്ഷൻ ആസ് ഹോൾ. എല്ലാവരും ഒരുമിച്ചാണ് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പ് നൽകണം. Their proficiency is needed to execute, plan, organize, direct, monitor the outcomes of medical and health service. അപ്പോ നല്ല പ്രൊഫഷൻസി വേണം. ഈ പ്ലാനുകളായിട്ടും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. ഇവർക്ക് തരുന്ന ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റണം. അതിന് വേണ്ട എബിലിറ്റി വേണം. Through the role of hospital administrator, different from one institution to next, the duties most often include. ഞാൻ പറഞ്ഞു പല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയും ഓരോ ഹോസ്പിറ്റൽസ് അനുസരിച്ച് ഡ്യൂട്ടീസ് വ്യത്യാസമുണ്ട്. എന്നാലും കോമൺ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു 5 ഡ്യൂട്ടീസ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ഡ്യൂട്ടി അവർ പറയുന്നത് സർവീസ് ആസ് എ കോൺടാക്ട് എമംഗ് ഗവൺമെന്റ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. നമ്മുടെ ഗവേണിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഹെഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിട്ടൊരു നല്ല കോണ്ടാക്ട് വേണം, നല്ലൊരു റിലേഷൻഷിപ്പ് വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് വേണം. റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ആൻഡ് അസൈനിങ് നഴ്സ്, ഡോക്ടർ ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും ഡോക്ടേഴ്സിനെയും നേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുക, ഹയർ ചെയ്യുക, അവരെ റിക്രൂട്ട് ചെയ്യുക, അവരെ അസസ് ചെയ്യുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. Organizing and directing, controlling and coordinating the service as directed by hospital board. Hospital board പറഞ്ഞിട്ടുള്ള എന്താണ് അവരുടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള, അവർ ഡയറക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്.
നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ പറയുമ്പോ അവര് എന്താ പറയുന്നത്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നാ പറയുന്നത്. കണ്ടോ? കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് തന്നെ പറഞ്ഞതുണ്ടോ? അതുകൊണ്ട് ഞാൻ ആ ഒരു വേർഡ് മാറ്റാനായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് എന്ന് എഴുതാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ എഴുതണം കേട്ടോ. ശരിക്കും അവിടെ കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് എന്നാണ്. സർവീസ് ആസ് ഡയറക്റ്റഡ് ബൈ ഹോസ്പിറ്റൽ ബോർഡ്. ഹോസ്പിറ്റൽ ബോർഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത്, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്ത് പോകണം. സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് പോളിസി ഫോർ ദ പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. നല്ല രീതിയിൽ, നല്ല ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല ക്രിയേറ്റീവ് സൂപ്പർവിഷൻ കൊടുക്കണം. നമ്മുടെ സ്റ്റാഫ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട നോക്കണ്ടേ? ഇടയ്ക്ക് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ നല്ല രീതിയിൽ എല്ലായിടത്തും ഒരു വിസിറ്റ് ഒക്കെ നടത്തി അവരൊക്കെ ചെയ്യുന്ന വർക്കുകൾ കറക്റ്റ് ആണോ, ഇനി എന്തെങ്കിലും പോളിസീസോ പ്രോഗ്രാമോ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടോ പേഷ്യന്റ് സർവീസിന് വേണ്ടിയിട്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി, നമ്മൾ അഷ്യൂർ ചെയ്യുന്ന ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസും പ്രോപ്പർ ആയിട്ടാണോ പോകുന്നത് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ആര്? അഡ്മിനിസ്ട്രേറ്റർ. Advancing and expanding program service for scientific research and preventive medicine. ചില റിസർച്ച് ഹോസ്പിറ്റൽസ് മെഡിക്കൽ റിസർച്ച്, അത് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ, അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുക, അതിന് വേണ്ട സർവീസ്, സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ്. ഈ 5 എണ്ണമാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസിൽ വരുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം എന്തെല്ലാമാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി. നമ്മള് ഗവേണിംഗ് ബോഡി, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിട്ട് നല്ലൊരു പോസിറ്റീവ് കോണ്ടാക്ട് വേണം. അതേപോലെ നമുക്ക് വേണ്ട സ്റ്റാഫുകളെ ഹയർ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അസസ് ചെയ്യുക. നേഴ്സുകൾ, ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയൊക്കെ ഹയർ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അസസ് ചെയ്യാനൊക്കെ ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റർക്കാണ്. നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഡയറക്ഷൻസ് ഓർഗനൈസ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, അവരെ കോർഡിനേറ്റ് ചെയ്യുക, അവരുടെ സർവീസിന് വേണ്ട കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ബോർഡ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച്, ഡയറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റാഫുകളെ ഓർഗനൈസും ഡയറക്റ്റിംഗ് കൺട്രോളിങ് ചെയ്യാം. ഇനി സൂപ്പർവൈസ് ചെയ്യണം. ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോഗ്രാംസും പോളിസീസും ഒക്കെ പേഷ്യൻസിന് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, നല്ല ക്വാളിറ്റി സർവീസ് അഷുറൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നല്ല പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ, ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അതേപോലെ സയന്റിഫിക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ടും, അതേപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, ഇത്രയുമാണ് ആരുടെ ഡ്യൂട്ടീസ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ്സിൽ എടുത്തത് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു അല്ലെ. ആദ്യം വന്നിട്ട് അഡ്മിനിസ്ട്രേഷന്റെ 2 ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് വന്നത്? നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പല ഹോസ്പിറ്റൽ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഓരോ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ലാർജ് ഹോസ്പിറ്റലിൽ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. സ്മോൾ ഹോസ്പിറ്റലിൽ കമ്പാരിറ്റീവ്ലി കുറവാന്ന് പറഞ്ഞു. ദെൻ എലമെന്റ്സ് പറഞ്ഞു: പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് റോളും സ്കിൽസ് നേരിടും. അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട റോളുകളും അതേപോലെ തന്നെ സ്കില്ലുകളും പറഞ്ഞു. ദെൻ ലാസ്റ്റ് പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾസ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലാസ് എന്ത് ചെയ്യുന്നത്, വൈൻഡപ്പ് ചെയ്യുന്നത്. ഇവിടം വരെ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇപ്പൊ എടുത്ത പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് സിമ്പിൾ ആണ്, റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ടോപ്പിക് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ അധികം ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. താങ്ക് യു. Have a nice day.